ശ്രീ സണ്ണിക്കുട്ടി ഇബ്രാഹിം, UDFിൻ്റെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനുള്ളിൽ അറിയാം എന്നാണ് നേരത്തെ പറഞ്ഞിരുന്നത്. അങ്ങനെ പറയുമ്പോൾ നാളെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ ആ സ്ഥാനാർത്ഥി ആരാണ് എന്നറിയാനാകുമെന്ന് കേൾക്കുന്നു. അപ്പോൾ എത്രത്തോളം ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ UDFിനുണ്ട് എന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് UDF പറഞ്ഞിരിക്കുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാകുന്നത് നാളെ, ഇപ്പോൾ ഉച്ചയ്ക്ക് മുമ്പുണ്ടാകുമെന്ന് എനിക്കറിഞ്ഞുകൂടാ, നാളെ വൈകുന്നേരത്തിനകമെങ്കിലും UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാണ് കരുതപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും ഏത് തെരഞ്ഞെടുപ്പും, അത് ഉപതെരഞ്ഞെടുപ്പായാലും ഏത് മത്സരമായാലും, അത് മത്സരിക്കുന്ന പാർട്ടികളുടെ നിലനിൽപ്പിൻ്റെയൊക്കെ പ്രശ്നമാണ്. ഇവിടെയാണെങ്കിൽ ഭരണമുന്നണിയുടെ കൈവശം ഇരിക്കുന്ന ഒരു മണ്ഡലമാണ് അത്. UDFിൻ്റെ കൈവശം ഏതാണ്ട് 8 തവണ ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായിട്ട് ജയിച്ച മണ്ഡലമായിരുന്നു. അവിടെയാണ് ആര്യാടൻ്റെ തന്നെ മകനെ തോൽപ്പിച്ചുകൊണ്ട് അൻവർ ഈ സീറ്റ് LDFിന് വേണ്ടി, അദ്ദേഹം LDFിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നില്ല, അവർ പിന്തുണ കൊടുത്ത സ്ഥാനാർത്ഥിയായിരുന്നു. അൻവറാണത് തിരിച്ചു പിടിച്ചത്. അന്ന് ഏതാണ്ട് 17,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 അദ്ദേഹം വീണ്ടും മത്സരിച്ചു, ജയിച്ചു. പ്രകാശ് ആയിരുന്നു ഇവിടെ സ്ഥാനാർത്ഥി, VV പ്രകാശ്. അദ്ദേഹത്തിനെതിരെ വെറും 2,700 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് അൻവറിന് ലഭിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് CPMനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു വർഷത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. മൂന്നാമതും തുടർഭരണം ഉണ്ടാകുമെന്ന് അവകാശപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചുകൊണ്ട്, ഈ കഴിഞ്ഞ 4 വർഷത്തെ കഴിഞ്ഞ 4 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് പിണറായിയുടെ നേതൃത്വത്തിൽ LDF നിൽക്കുകയാണ്. അപ്പോൾ ഒരു മൂന്നാം തുടർഭരണത്തിലേക്ക്, അല്ലെങ്കിൽ മൂന്നാമത് തവണ അധികാരത്തിൽ വരണമെങ്കിൽ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ, നമുക്ക് നേരത്തെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു, പക്ഷേ ഇതിന് കുറേ കൂടെ പ്രാധാന്യമുണ്ട്. കൈവശം ഇരുന്ന ഒരു സീറ്റാണ്, ആ സീറ്റ് നിലനിർത്തിയേ പറ്റൂ. പാലക്കാട് കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു, അത് കോൺഗ്രസ് നിലനിർത്തി മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടു കൂടി. ചേലക്കരയിൽ LDF അവരുടെ സീറ്റ് നിലനിർത്തി, ഭൂരിപക്ഷം കുറഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ നിലമ്പൂരിലേക്ക് വരുമ്പോൾ അവർ വളരെ തന്ത്രപൂർവ്വം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളൊരു സ്വതന്ത്രനെ, ഇപ്പോൾ അദ്ദേഹം അവരെ ഒറ്റുകാരൻ അല്ലെങ്കിൽ ചതിയൻ, വഞ്ചകൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ അൻവർ നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. കോൺഗ്രസിൻ്റെ പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ്. അദ്ദേഹത്തെ പിടിച്ചെടുത്താണ് അവർ, അല്ലെങ്കിൽ അദ്ദേഹത്തെ മുൻനിർത്തിയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് വാഗ്ദാനം ചെയ്ത് MLA സ്ഥാനം വാഗ്ദാനം ചെയ്താണ് ആ സീറ്റ് ആര്യാടൻ്റെ കുത്തക തകർത്ത് പിടിച്ചെടുത്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു വലിയ മത്സരം, അല്ലെങ്കിൽ അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട്, കാരണം ഇടയ്ക്ക് വച്ച് വഞ്ചിച്ചിറങ്ങിപ്പോയ ഒരാൾ, അല്ലെങ്കിൽ ഒറ്റുകാരനായിട്ട് പ്രവർത്തിച്ച ഒരാൾ, അയാൾ അപ്പുറത്ത് പോയി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം സഹായിക്കുന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് ഏത് മുന്നണിയുടെയും ഏത് പാർട്ടിയുടെയും ഒരു പ്രഥമ കർത്തവ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് LDFിന് വലിയ ഒരു അഭിമാന പ്രശ്നമാണ്. അതുപോലെ തന്നെയാണ് UDFിന് തിരിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ ആര്യാടൻ്റെ തട്ടകമായിരുന്നു. അത് തിരിച്ചു പിടിക്കാൻ സാധിച്ചാൽ അവർക്ക് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ ഊർജം പകരുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിജയമായിട്ട് അത് മാറും. ഇത് 65-ലും 67-ലും ഒക്കെ CPM അവരുടെ കൈവശം വെച്ചിരുന്ന, അവരുടെ ആ ഏറനാട് ഭാഗത്തെ ഏറ്റവും പ്രശസ്തനായ, അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖനായ നേതാവായിരുന്ന കുഞ്ഞാലിയാണ് 65-ൽ ജയിച്ചു. പക്ഷേ 65-ൽ നിയമസഭ ചേർന്നില്ല. 67-ൽ അദ്ദേഹം MLA ആയി. ഒരു ദൗർഭാഗ്യകരമായ സംഭവത്തിൽ വെടിവേറ്റ് അദ്ദേഹം മരിക്കാനുണ്ടായത്. അതിലെ പ്രതി ആര്യാടൻ മുഹമ്മദായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കേസിൽ അദ്ദേഹം വെറുതെ വിട്ടു. അതിനുശേഷം ഏറ്റവും രസകരമായ വസ്തുത, സ്മൃതി 1980 അവിടെ CPMൻ്റെ ഏറ്റവും പ്രധാന ശത്രു എന്ന് പറയുന്നത് ആര്യാടനായിരുന്നു. പക്ഷേ 80-ലെ തെരഞ്ഞെടുപ്പിൽ ഹരിദാസാണ് അവിടെ ജയിച്ചത്. അത് കോൺഗ്രസ്സാണ് ജയിച്ചതെങ്കിലും അന്നത്തെ LDF ആയിരുന്നു. അന്ന് ആൻ്റണി കോൺഗ്രസ്, അല്ലെങ്കിൽ കോൺഗ്രസ് LDFിൻ്റെ മുന്നണിയിൽ, അല്ലെങ്കിൽ LDF മുന്നണിയിൽ ചേർന്ന്, അല്ലെങ്കിൽ CPMനൊപ്പം നിന്ന് മത്സരിക്കുന്ന ഒരു സമയമാണ്. അന്ന് ഹരിദാസ് ജയിച്ചു. പക്ഷേ പിന്നീട് ആര്യാടനെ മന്ത്രിയാക്കുന്നതിന് വേണ്ടി ആര്യാടൻ മത്സരിച്ചു. അന്ന് വളരെ അത്ഭുതകരമായ ഒരു രാഷ്ട്രീയമാണ് നമ്മൾ കേരളത്തിലെ വളരെ കൗതുകകരമായ രാഷ്ട്രീയമായി അന്ന് കണ്ടത്. അവരുടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ശത്രുവിനെതിരായിട്ട് CPM
അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി ആര്യാടനെ ജയിപ്പിക്കുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ പറഞ്ഞല്ലോ, ഭാരതപ്പുഴയിലൂടെ ധാരാളം വെള്ളം ഒഴുകിപ്പോയി. അതിനുശേഷം ഇപ്പോൾ പുതിയൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, സംസ്ഥാന തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഏറ്റവും അടുത്ത് നിൽക്കുമ്പോൾ വിജയിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സീറ്റ് നിലനിർത്തുക എന്നുള്ളത് CPM-ൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യമാണ്. അതും പ്രത്യേകിച്ച് മൂന്നാമത് വീണ്ടും അധികാരത്തിൽ വരും എന്ന ആവേശത്തോടുകൂടി മുന്നണിയും പാർട്ടിയും നിൽക്കുന്ന സമയത്ത് അവനെ സീറ്റ് തിരിച്ചെടുക്കുക, തിരിച്ചു പിടിക്കുക എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുന്നത് ഒരു പുതിയ നേതൃത്വം പാർട്ടിക്ക് വന്നിരിക്കുക. അതിനെക്കുറിച്ച് ചില ആശയക്കുഴപ്പങ്ങളും അല്ലെങ്കിൽ വിവാദങ്ങളും തർക്കങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. അതൊന്ന് അടങ്ങി നിൽക്കുകയാണ്. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം കെ സുധാകരൻ്റെ പ്രസ്താവന അതത്ര ഒരു സന്തോഷകരമായ ഒന്നല്ല. അദ്ദേഹത്തെ മാറ്റിയതിൽ നിരാശ പ്രകടിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തനിക്കടുത്ത തെരഞ്ഞെടുപ്പിൽ മന്ത്രിസ്ഥാനം ഓഫർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ചില വെളിപ്പെടുത്തലുകളൊക്കെ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസിൽ കാര്യങ്ങൾ അത്ര ഭദ്രമല്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നേതൃമാറ്റത്തിന് ശേഷം പുതിയ KPC പ്രസിഡന്റ്, 3 വർക്കിംഗ് പ്രസിഡന്റുമാർ, ഇവരൊക്കെ അവരുടെ നേതൃത്വത്തിൽ അവരായിരിക്കുമല്ലോ ഇതിന് ചുക്കാൻ പിടിക്കുക. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവും ഉണ്ടാവും. അപ്പം അവരുടെ ഒരു വിശ്വാസ്യത, അല്ലെങ്കിൽ അവരുടെ ഒരു സാധ്യത, അവർക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുന്നണിയെ നയിക്കാനുള്ള, കോൺഗ്രസിനെ നയിക്കാനുള്ള കഴിവ് സംബന്ധിച്ചൊരു വിലയിരുത്തലായിട്ടും മാറ്റുരയ്ക്കലുമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് മാറും. BJP ഇവിടെ വലിയ റോളുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും ഇത് ഒരു തീവാറുന്ന മത്സരമായിട്ട് മാറാനാണ് എല്ലാ സാധ്യതയുമുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.